മലയാളം സിനിമയിലെ രണ്ട് നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ മലയാളം സിനിമയിലെ രണ്ട് നെടും തൂണുകളാണ് മമ്മൂട്ടി മോഹൻലാലും. ഏതാണ്ട് ഒരേ സമയത്ത് തന്നെയാണ് ഇവർ രണ്ടുപേരും ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതും ഒരേ സമയത്ത് തന്നെയാണ് പിന്നീട് ഇവർ സൂപ്പർ സ്റ്റാർ ആവുന്നതും മെഗാ സ്റ്റാർ ആവുന്നതും അല്ലെങ്കിൽ താരരാജാക്കന്മാരാവുന്നതൊക്കെ. ഒരു കാലത്ത് ഇവർ രണ്ടുപേരും മത്സരിച്ച് അഭിനയിച്ചിരുന്നു. ഇന്ന് അങ്ങനെ ഒരു മത്സരിച്ച് അഭിനയിക്കലുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം ഇതല്ല. 2019 മോഹൻലാലിന് പത്മഭൂഷൺ അവാർഡ് കിട്ടുന്നത്. ആ സമയം മുതൽക്ക് തന്നെ മമ്മൂട്ടിക്കും ഈ അവാർഡ് കൊടുക്കണം, അല്ലെങ്കിൽ മമ്മൂട്ടിയും ഈ അവാർഡിന് അർഹനാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് മുറവിളികൾ, പ്രത്യേകിച്ച് സിനിമ ഫ്രട്ടേണിറ്റിയിൽ നിന്നുള്ള മുറവിളികൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. അതിന് ആക്കം കൂടിയത് കഴിഞ്ഞ വർഷം ശോഭനയ്ക്ക് പത്മഭൂഷൺ അവാർഡ് കിട്ടിയപ്പോഴാണ്. ശോഭനയ്ക്കും പത്മഭൂഷൺ അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് കൊടുത്തുകൂടാ എന്നുള്ള രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചകൾ നടന്നിരുന്നു. അതിന് നാന്ദി കുറിച്ചത് ഈ വർഷം മമ്മൂട്ടിക്ക് പത്മഭൂഷൺ അവാർഡ് കൊടുത്തുകൊണ്ടാണ്. അപ്പം എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇത്തിരി വൈകിപ്പോയോ എന്നുള്ള രീതിയിൽ ഒരു സംശയമുണ്ട്. കാരണം മോഹൻലാലിന് കിട്ടിയ അതേ സമയത്ത് തന്നെ മമ്മൂട്ടിക്കും ഈ അവാർഡ് കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഇതിൻ്റെ പിന്നിലൊക്കെ രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ കൈകളുണ്ടോ എന്നുള്ളതൊക്കെ എനിക്ക് അത്ര കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള താഴെ നിന്ന് കമൻറ്റ് രേഖപ്പെടുത്തണേ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.